ഇനി ഇന്നത്തെ മുഖലേഖനം. നൊബേൽ സാധ്യതയെ മുൻനിർത്തി ഇന്നൊരു ലേഖനം വീക്ഷണം പേജിൽ ദീപിക നമുക്ക് തരുന്നു. ആ സാധ്യതയും അതുപോലെ മലാല നേരിടുന്ന വധഭീഷണിയെയും സംബന്ധിച്ച് നൊബേൽ സാധ്യത വധഭീഷണി ഒന്നും കൂസാതെ മലാല. സെർജി ആൻ്റണിയാണ് അത് എഴുതുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയ്ക്ക് പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുമോ? സിറിയൻ പ്രശ്നത്തിൽ പുടിൻ എടുത്ത നിലപാട് യുദ്ധ സാഹചര്യം ഒഴിവാക്കിയത് ആഗോളതലത്തിൽ തന്നെ പുടിനെ ശ്രദ്ധേയനാക്കിയിരുന്നു. അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങൾ തന്നെ പുടിനെ പ്രശംസിച്ചു. ഇപ്പോൾ ഇറാൻ സ്വീകരിച്ചിരിക്കുന്ന സമവായ നിലപാടിലും റഷ്യയുടെ സ്വാധീനമുണ്ടെന്ന് ചിലർ കരുതുന്നു. ഇതിനിടെ പുടിനേക്കാൾ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരാളുണ്ട്. മലാല യൂസഫ് സായി എന്ന് സമാധാനത്തിനുള്ള നോബൽ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ നിരീക്ഷിക്കുന്നു സെർജി ആൻ്റണി. ഇനി ഇന്നത്തെ കാർട്ടൂൺ. രാഷ്ട്രീയ ജനതാദൾ എന്ന ലാലു പ്രസാദിൻ്റെ പാർട്ടിയുടെ തിരി കെട്ടുപോകാൻ പോകുന്നുവോ? കാരണം ഇനി 11 വർഷത്തേക്ക് ലാലുവിന് മത്സരിക്കാനാകില്ല. നമുക്ക് ഈ കാർട്ടൂണൊന്ന് കാണാം. പ്രകാശം കെടാതിരിക്കാൻ കൈ ചേർത്ത് പിടിച്ചിരിക്കുന്നു ലാലുവിൻ്റെ ഭാര്യ രാബ്രി ദേവി. എന്നാൽ പൊട്ടിയ ചിമ്മിനിത്തുണ്ടായി ലാലു താഴെ ചിതറിക്കിടക്കുകയാണ്. ഇനി ഒരു തിരിച്ചുവരവിൻ്റെ സാധ്യത എത്രയെന്ന് അത്ഭുതം കൂറുന്ന സുരേന്ദർ കാർട്ടൂൺ ഹിന്ദുവിൽ ഇന്ന് നമുക്ക് കാണാം. ഇനി ഇന്നത്തെ ചിത്രം. ഒട്ടകങ്ങൾ മരുഭൂമിയുടെ കപ്പലുകളാണ്. വെള്ളവും ഭക്ഷണവും സുരക്ഷിത താവളവും തരുന്ന കപ്പലുകളാണവ. ഈ ചിത്രം കാണുക. ഈ 3 ഒട്ടകങ്ങൾ പക്ഷേ കപ്പലുകളല്ല. അവ മരുഭൂമിയിലുമല്ല. കോഴിക്കോട് തെരുവിലൂടെ ബീച്ചിലേക്ക് നടക്കുന്ന ഒട്ടകങ്ങളാണിവ. വൈകുന്നേരങ്ങളിൽ ബീച്ചിലെത്തുന്നവർക്ക് ഒട്ടകപ്പുറ യാത്ര നടത്തുന്ന വാഹനങ്ങൾ കടപ്പുറത്തേക്ക് നടക്കുന്ന ദൃശ്യം വിമിത് ഷാൽ പകർത്തി മെട്രോ വാർത്തയാണ് നമുക്ക് തരുന്നത്. ഈ ചിത്രത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ. ഗുഡ് ബൈ.